നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം. അതിലേറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അൻവറും ഒപ്പം BJPയുടെ നിലപാടുകളുമാണ്. അൻവർ ഇപ്പോൾ എവിടെയാണെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് എന്നാണ് സാധാരണക്കാർക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ അൻവറിൻ്റെ ഒരു ബുദ്ധിയാണോ അൻവർ അങ്ങനെ നിൽക്കുന്നത്? അൻവറിനെ പറ്റി പറയുകയാണെങ്കിൽ അൻവർ ലക്ഷണമൊത്തൊരു ട്രോജൻ കുതിരയാണ്. കാരണം പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു ഒരു സമയത്ത്. പെട്ടെന്ന് പിണറായിയായിട്ട് അടിയുണ്ടാകുന്നു, വിരുദ്ധനാകുന്നു, പിന്നെ അദ്ദേഹം പോകുന്നു. അദ്ദേഹം പോയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഈ LDF വിട്ടിട്ട് അദ്ദേഹം ലീഗിലോ കോൺഗ്രസിലോ പോകുന്നില്ല. അദ്ദേഹം താരതമ്യേന നമ്മളായിട്ട് കേൾക്കാത്ത DMK, TMC അങ്ങനെയുള്ള പാർട്ടികളിലാണ് അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇവർക്ക് ഒരു ഘടകകക്ഷിയാക്കാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അൻവറിൻ്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കളിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് VD സതീശൻ ഇടപെട്ട് ഏതാണ്ട് പെരുവഴിയിലാക്കിയതാണെന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്നത്. VD സതീശൻ അത് കൃത്യമായി പറയുകയും ചെയ്തു. അൻവർ തീരുമാനിക്കേണ്ട, അൻവർ അത്ര ആയിട്ടില്ല പറയാം എന്നായിരുന്നു VD സതീശൻ്റെ വാദം. പിന്നെ അൻവറിനുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു KC വേണുഗോപാലും ഇപ്പോൾ അൻവറിനെ കാണാതെ മടങ്ങുകയാണ് ഡൽഹിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൽ നിന്നും അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണോ? അൻവറിന്റെ അപക്വമായിട്ടുള്ള സംസാരം അൻവറിന് എപ്പോഴും വളരെ അപക്വമായിട്ടുള്ള നിലപാടുകളും അൻവറിനെ വിശ്വസിക്കാൻ പറ്റില്ല. അൻവറിന്റെ കൂറ് ആരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിനോട് മാത്രമാണോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. കാരണം അൻവർ എന്നും തള്ളിപ്പറയാതെ കൂടെ നിർത്തിയിട്ടുള്ളത് ആ ഒരു ഗാങ്ങിന് മാത്രമാണ്. മനസ്സിലായി, അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അൻവർ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അൻവറിന് കൃത്യമായിട്ട് അൻവർ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞെങ്കിലും കാരണം അൻവർ എന്തുകൊണ്ട് ഈ UDF പാളയത്തിൽ പോകാതെ ഒറ്റയ്ക്ക് നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ചരിത്രം പറയാറുണ്ട്. ഡോക്ടർ K മനോജ് ആണെങ്കിലും സിന്ധു ജോയ് ആണെങ്കിലും അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ പറയാൻ പറ്റും. ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്നും CPM നിന്നും വിട്ടിട്ട് കോൺഗ്രസിൽ പോയിട്ടും അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഒറ്റപ്പാല MP ശിവരാമനുണ്ട്, അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടേ ഇല്ല, നമുക്ക് കേൾക്കാനില്ല. സന്ദീപ് വാര്യർ ആ വഴിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സന്ദീപ് വാര്യർ ആ വഴിയിലാണോ അതോ സന്ദീപ് വാര്യർ BJPയുടെ ഒരു ട്രോജൻ കുതിരയാണോ എന്ന് കണ്ടറിയണം. ഇപ്പം പല കോണിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ BJPയായിട്ട് അടുത്ത ബന്ധം, സംഘപരിവാർ പല നേതാക്കന്മാരുമായിട്ട് ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്ന ഇപ്പോഴും ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അത് BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രൈക്കാണെന്ന് പറയുന്നുണ്ട്. അത് മോദിയുടെ ഒരു രീതിയാണ്, മോദി അമിത്ഷായുടെ ഒരു രീതിയാണ്. കാരണം മോദി ഉത്തരാഞ്ചലിലെ തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത രീതിയാണെങ്കിലും ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത രീതിയാണെങ്കിലും അവരെപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ ഇച്ചിരി റിസൻമെൻ്റൊക്കെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരെ അവർ കണ്ട് മുട്ടി മോദി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, സമയമാകുമ്പോൾ പറയാം എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ ഒരു BJPയുടെ ട്രോജൻ കുതിരയാണോ എന്ന് നമ്മൾ ജനറൽ സെക്രട്ടറി പദം കിട്ടുമെന്ന് വിചാരിച്ചു പോയതാണ്. ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ ഇവിടെ ഭരണകക്ഷിക്ക് വേണ്ടി വക്താവായിരുന്ന ഒരാൾ പരാജയപ്പെട്ട, ലോകം മുഴുവൻ പരാജയപ്പെട്ടൊരു സംഘടനയ്ക്ക് വേണ്ടി ഒരുപക്ഷെ കേരളത്തിൽ ഇച്ചിരെങ്കിലും കുറച്ച് സീറ്റൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു സാധ്യതയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇപ്പം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലുകളിൽ. അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ വളരെ കഴിവുള്ളൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അദ്ദേഹം പോയ സമയത്ത് പോകാനത്തൊക്കെ കാരണമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല പല കോണിൽ നിന്ന് 2 ദിവസം മുമ്പ് കേട്ടൊരു വാർത്തയാണ്. കാരണം അദ്ദേഹത്തിന് സംഘപരിവാറിലെ പല കേന്ദ്രങ്ങളുമായിട്ട് ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ 2026 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും പക്ഷേ ഒരു MLA സ്ഥാനത്തിലൊക്കെ എവിടെയെങ്കിലും ഒരു സീറ്റൊക്കെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയും പോവാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ MLA ആയാൽ സന്ദീപ് കോൺഗ്രസിൽ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ സന്ദീപ് തിരിച്ചു വരാനുള്ള സാധ്യത. നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ത്യൻ പാകിസ്ഥാനിലേക്ക് ചാരന വിട്ടു, അവസാനം അയാൾ കുറെ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ചാരനായി മാറിയെന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോൾ ഈ അൻവറിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന പല പരാമർശങ്ങളും ഇപ്പോൾ ഓരോ സമയത്തും അൻവർ ഒരു തെരുവ് റൗഡിയുടെ ഒരു ശൈലി കടമെടുത്തുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അൻവർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിരീട സിനിമയിലെ കൊച്ചിൻ ഖനീഫയാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ അഴിച്ചുവിട്ട് കടിപ്പിച്ചുകൊണ്ടിരുന്നത് അൻവറിനെ കൊണ്ടാണ്. ഓടിച്ചിട്ട് കടിക്കും അൻവർ, ദാക്ഷിണ്യമില്ലാതെ കടിക്കുമ്പോൾ പറയാൻ പറ്റില്ല, ആരും ആൻസറബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ CPM കാഡറല്ല,
പാർട്ടിയായിട്ട് വലിയ ബന്ധമില്ല. പക്ഷെ അതൊരു അർത്ഥത്തിൽ പിണറായി വിജയന് ദോഷം ചെയ്തില്ലേ? ഇത്രയും വർഷത്തെ പിണറായി വിജയന്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ അത് അൻവറായി മാറിയില്ലേ? ഇന്ന് കണ്ട ഏറ്റവും ഷൂഡായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഈഗോയിസ്റ്റ് ആണെന്ന് അദ്ദേഹത്തിന്റെ എക്സ്റ്റീരിയർ കണ്ടാൽ നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ മസിൽ പിടിച്ച് കണക്ക് പുറത്ത്. പക്ഷെ ഈഗോ ലെവലേശമില്ലാത്ത രാഷ്ട്രീയ കാര്യം വരുമ്പോൾ ഈഗോ ലെവലേശമില്ലാത്ത വ്യക്തിയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. കാരണം പിണറായി വിജയൻ ശ്രീ VS അച്യുതാനന്ദൻ മുന്നിൽ നിർത്തിയാണ് ആദ്യത്തെ ഇലക്ഷൻ റൺ ചെയ്തത്. അദ്ദേഹത്തിന് വലിയ ഈഗോ ഒന്നുമില്ല. ഞാനാണ് പാർട്ടി സെക്രട്ടറി, അല്ലെങ്കിൽ ഞാൻ പാർട്ടി സെക്രട്ടറി എന്ന വ്യക്തിയാണ്, ഞാനാണ് നിൽക്കേണ്ടത്, എൻ്റെ പടം അടിച്ചാൽ മതി ഒന്നും പറഞ്ഞില്ല. എൻ്റെ പടം അടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഇലക്ഷൻ LDF മിനിസ്ട്രി അദ്ദേഹം കൈകാര്യം ചെയ്തത്. എന്നിട്ട് അധികാരത്തിലേറി പതുക്കെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത്. ഈ AR റഹ്മാൻ സ്വയം ഒരു തോന്നലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം അത്ര പോരാ. അപ്പോൾ AR റഹ്മാന്റെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള ഷാഹുൽ ഹമീദിനെ വിട്ട് പാടിപ്പിച്ച് ഷാഹുൽ ഹമീദിനെ ക്ലിക്കാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ അതുപോലുള്ള നീക്കങ്ങൾ. പിന്നെ നമ്മുടെ ഒറ്റപ്പാലത്തെ മുരളി, ഓർമ്മയില്ലേ? മുരളി അദ്ദേഹം പിണറായി വിജയനെ ഏറ്റവും കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ്. ഏറ്റവും കടുത്ത ഭാഷയിൽ നമുക്ക് TPയെ പോലെ നിശബ്ദനാക്കപ്പെടുമോ എന്ന് തോന്നിയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ മുരളിയെ തിരിച്ചു കൊണ്ടുവന്നു, ഒരു ഈഗോയും കാണിക്കാൻ തിരിച്ചു കൊണ്ടുവന്നില്ലേ? എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് എന്തോ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മറ്റോ ആക്കി തോന്നുന്നു. അപ്പൊ അത്ര ഒരു ബുദ്ധിയുള്ള സ്ട്രാറ്റജിസ്റ്റായ ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ശ്രീ പിണറായി വിജയന്റെ കരുതിക്കൂട്ടിയുള്ളൊരു നടപടി തന്നെയാണ് അൻവറിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അവിടെ ആ സീറ്റ് CPM ഉറപ്പിക്കാമെന്നാണോ? നിലമ്പൂരെ സീറ്റ് CPM ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിലമ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ. നിലമ്പൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സംഭവം മലപ്പുറം ജില്ലയിലാണെങ്കിലും ഒരു 46% ഹിന്ദുക്കളുള്ള 43%-നടുത്ത് 44% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം പോലുള്ള സ്ഥലത്ത് ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞ ഹിന്ദു വോട്ടിൻ്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് CPM ആണ്. അവിടുത്തെ ഒരു ഹിന്ദു പാർട്ടി CPM ആണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെയാണ് മുമ്പും അവിടെ ജയിച്ചിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദിനെ പോലെ സെക്യുലർ മുഖമുള്ള ആൾക്കാരാണ്. ഷൗക്കത്തും വ്യത്യസ്തനല്ല. അപ്പോൾ അവിടെ ബുദ്ധിപരമായിട്ട് അൻവറിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കി സ്വർണം പൊട്ടിക്കൽ സംഘമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമി SDPI-ആയിട്ടൊക്കെ ആഴത്തിൽ ബന്ധമുണ്ട്. SDPI സ്ഥാനാർത്ഥിയാണെങ്കിലും സ്ഥാനാർത്ഥി ഏതൊരു പേരില്ലാത്ത ഒരു ഹൈന്ദവ നാമമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു നിന്നിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് പേരിലൊരു SDP സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷേ SDPയുടെ വോട്ടുകൾ, ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ, ലീഗിന്റെ വോട്ടുകൾ, പിന്നെ CPM-ലൂടെ വരുന്ന നല്ലൊരു ശതമാനം ഹൈന്ദവ വോട്ടുകൾ, ഇത്രയും സമാഹരിച്ചാണ് അൻവർ വിജയിച്ചിട്ടുള്ളത്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് സാധ്യതയില്ല എന്നാ പറയുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ കിങ് മേക്കർ എന്ന് പറയുന്നത്, കീ പ്ലെയർ എന്ന് പറയാൻ പോകുന്നത് BJP ആയി. അതാണ് ചോദിക്കുന്നത്. BJPക്ക് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ BJPക്ക് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പാരലൽ മൂവ്സ് നടത്തുന്നുണ്ടെന്നാണ്. പക്ഷേ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവർ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP അങ്ങനെ ഒരു നീക്കത്തിൽ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഘപരിവാർ നിലയങ്ങളായിരുന്നാലും ശരി, BJP ആണെങ്കിലും ശരി, ക്രിസ്ത്യാനികളെ വളരെ നന്നായാണ് കൈകാര്യം ചെയ്തത്. കാരണം വേടനെതിരെ രൂക്ഷ പരാമർശം അഴിച്ചുവിട്ട ശ്രീ NR മധു എന്ന RSSന്റെ ഉന്നതനായ നേതാവ് പോലും ക്രിസ്ത്യാനികളെ വളരെ ശ്ലാഘിച്ച് അവരോട് അനുഭാവപൂർവ്വമല്ല, പാമ്പർ ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും BJP-യിലെ ഏറ്റവും ഫിയേഴ്സ് മുഖങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും കൂടെ കണ്ടുകൊണ്ട് ഇപ്പോൾ ആയിരിക്കും അത് ചെയ്തത്. കാരണം MT രമേശിനെ പോലുള്ളൊരു സീനിയർ നേതാവ് എന്ന് ഒരു DCC ജനറൽ സെക്രട്ടറിയോ കാണുമ്പോൾ അപ്പോൾ സന്ദേശം കൊടുക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ വനിത പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധേയമായ കാര്യമുണ്ട്. പറയുന്നില്ല. MT രമേശ് ഞാനുമായിട്ട് ചർച്ച നടത്തി, പക്ഷെ ആ വിഷയങ്ങൾ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല. അൻവറിന് ബന്ധമുള്ളത് LDF-ലും മണ്ഡലത്തിലും മാത്രമല്ല, സുധാകരൻ്റെ വളരെ അടുത്ത ആളാണ് അൻവർ അറിയോ. കാരണം സുധാകരൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വനസംരക്ഷണ സമിതി ഉണ്ടാക്കി അതിൻ്റെ കൺവീനറാക്കിയ വ്യക്തിയാണ് അൻവർ.
ഓർക്കണം നിലമ്പൂരാണ്, തേക്കുകളാണ്, ലേലം നടക്കും. അതെ. അപ്പൊ അത്ര വിശ്വസ്തനാണ് അൻവർ. അപ്പൊ അതുകൊണ്ടാണ് സുധാകരൻ അൻവറിന് വേണ്ടിയിട്ട് ഈ എല്ലാവരും എടുക്കേണ്ട തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഇന്ന് KC വേണുഗോപാൽ കൂടി പോകുന്നതോടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എന്ന കടമ്പ അവിടെ അസ്തമിക്കുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം കോൺഗ്രസ്സുകാർ ഏറ്റവും വലിയ ഗ്രൂപ്പുകളെയും അടിക്കൂടെ പാരവെപ്പും പണിയൊക്കെ ചെയ്യുന്ന അതിൻ്റെയൊക്കെ എന്താ പറയേണ്ടത്, അതിൻ്റെയൊക്കെ എക്സ്പേർട്സാണ്. അതിനേക്കാളും മേലെ ഒരു പദം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട ആൾക്കാരാണ്. അപ്പം ഈ അൻവറിൻ്റെ ഈ കളി, അൻവർ പിണറായി വിജയൻ്റെ ട്രോജനാണെന്നുള്ളത് നമുക്ക് 1 കിലോമീറ്റർ ദൂരെ നിന്നാലും മനസ്സിലാവും. അപ്പം അത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, CPM-ന്റെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന വന്നത് അൻവർ ഞങ്ങൾക്ക് അപ്രസക്തനാണ്, ഞങ്ങൾക്ക് അൻവറിനെ കൊണ്ടൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൻവറും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നാണോ? കോൺഗ്രസിനെ ഭയക്കുന്നില്ല, അൻവർ അവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? CPM-നെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ മെഷീനറി വർക്ക് ചലിക്കുന്ന ഒരു മെഷീനറിയാണ് CPM-ന്. അവർ കൃത്യമാണ്, വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഇലക്ഷനെ കാണുന്നത്. അവരുടെ സംവിധാനങ്ങൾ, അവരുടെ സ്ഥാനാർത്ഥി അവർ നോക്കുന്നു. അൻവറിനെ ഏൽപ്പിച്ച ജോലി അൻവർ കൃത്യമായിട്ട് CPM-ന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ അധികം അഭിപ്രായം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യം അവർക്കില്ല. പിന്നെ നമ്മുടെ തൊണ്ടയിലേക്ക് മൈക്കുകൾ കുത്തിക്കയറ്റുമ്പോൾ, മീഡിയക്കാർ കുത്തിക്കയറ്റുമ്പോൾ CPM എന്തെങ്കിലും പറയും, അതിനൊക്കെ മേലെ ഒന്നുമില്ല. തീർച്ചയായും അൻവറിന്റെ വിഷയത്തിൽ പേടിക്കാനൊന്നുമില്ലെന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം അൻവർ എതിർത്ത് നിൽക്കുന്നത് തന്നെ സേഫാണെന്നുമാണ് ശക്തിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.